മലയാളത്തിലെ ഒരു പ്രമുഖ നടിക്ക് ദാരുണമായ ഒരു അനുഭവമുണ്ടായപ്പോൾ സിനിമാ വ്യവസായത്തിലുള്ളവരുടെ പ്രതികരണമെന്തായിരുന്നു എന്ന് അന്വേഷിക്കുന്നത് വിധി വന്ന ദിവസത്തിൽ പ്രസക്തിയുണ്ട്. വെറും ദാരുണമായ അനുഭവമായിരുന്നില്ലല്ലോ. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു അനുഭവമായിരുന്നല്ലോ. സിനിമാ ലോകം സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെയുള്ളവർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചപ്പോൾ ഒരു താരം മാത്രം ബോൾഡായി അതിജീവിതയ്ക്കൊപ്പം പരസ്യമായി നിന്നു. താൻ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമാണെന്ന് തുറന്നു പറയുക മാത്രമല്ല, എന്തെല്ലാം സഹായം ചെയ്യാമോ അതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതാണ് പൃഥ്വിരാജ്, പഴയകാല നടൻ സുകുമാരന്റെയും നടി മല്ലിക സുകുമാരന്റെയും മകൻ. തിരുവനന്തപുരം സൈനിക സ്കൂളിൽ പഠിച്ചതിന്റെ ഒരു യോഗ്യത ഈ വിഷയത്തിലും പൃഥ്വിരാജ് കാണിച്ചു. സിനിമയിൽ നിന്ന് തന്നെ ഔട്ടാക്കിയാലും സാരമില്ല, താൻ നടിക്കൊപ്പമാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അന്ന് നീതിക്കും ന്യായത്തിനും സ്ത്രീയുടെ അന്തസ്സിനും വേണ്ടി നിലകൊള്ളുന്നവരെല്ലാം പൃഥ്വിരാജിനോട് മാനസികമായി ഐക്യപ്പെട്ടു. സിനിമയിൽ നിന്ന് ഒറ്റയാൾ പോലും പൃഥ്വിരാജിനെ തുണച്ചില്ല. അതാണ് നമ്മുടെ സിനിമാ ലോകം. പണം മാത്രം കായ്ക്കുന്ന മരമായി വിനോദ വ്യവസായത്തെ കാണുന്ന പാരമ്പര്യം ഇവിടെ തഴച്ചു വളർന്നുപോയല്ലോ. സൂപ്പർ സ്റ്റാറുകൾ, നടന്മാർ, സംവിധായകർ, അങ്ങനെ ഒരാൾക്ക് പോലും തോന്നാത്ത വികാരം ആ ചെറുപ്പക്കാരനുണ്ടായി. അത് സുകുമാരന്റെയും മല്ലികയുടെയും കുടുംബ പാരമ്പര്യത്തിന്റെ ഭാഗം കൂടിയാണ്. അമ്മ മല്ലിക കൈനിക്കര കുടുംബത്തിലുള്ളതാണല്ലോ. കൈനിക്കര പത്മനാഭപിള്ള, കൈനിക്കര കുമാരപിള്ള, അങ്ങനെ പോകുന്നു ആ കുടുംബത്തിന്റെ ഗരിമ. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ DGP ആർ ശ്രീലേഖയുടെ അഭിപ്രായ പ്രകടനങ്ങൾ മുമ്പേ തന്നെ വിവാദമായിരുന്നു. അവർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ അത് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. ദിലീപ് നിരപരാധിയാണ്, ദിലീപിനെതിരെ തെളിവുകളില്ല, അന്വേഷണ സംഘം ദിലീപിനെതിരെ കള്ളത്തെളിവുകൾ ഉണ്ടാക്കി തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു വീഡിയോയിലൂടെ ആർ ശ്രീലേഖ പറഞ്ഞത്. ദിലീപ് മറ്റൊരാളുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോയുടെ പിറകിൽ പൾസർ സുനി നിൽക്കുന്നത് ഫോട്ടോഷോപ്പാണെന്നും ഒരു ഉദ്യോഗസ്ഥൻ തന്നെ അത് സമ്മതിച്ചതാണെന്നും ദിലീപിനെതിരെ വ്യാജ തെളിവുണ്ടാക്കിയെന്നും ദിലീപിനെ തുടക്കം മുതൽ സംശയിച്ചത് മാധ്യമങ്ങളാണെന്നും പോലീസിനുമേൽ മാധ്യമങ്ങളുടെ വലിയ സമ്മർദ്ദമുണ്ടായെന്നും അവർ പറയുകയുണ്ടായി. എന്നാൽ പൾസർ സുനിയും ദിലീപും ഒന്നിച്ചുള്ള ഫോട്ടോയിൽ കൃത്രിമം നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കി ആ ഫോട്ടോ എടുത്ത ബിദിൽ രംഗത്തെത്തിയിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്റെ ഫോണിലെടുത്ത സെൽഫിയാണിതെന്നും ഫോട്ടോയിൽ മറ്റ് എഡിറ്റിംഗുകൾ നടത്തിയിട്ടില്ല എന്നും ബിദിൽ പറയുകയുണ്ടായി. ഫോട്ടോ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നും ബിദിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശ്രീലേഖ നടത്തിയ പരാമർശങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്ത പക്ഷം കോടതിയലക്ഷ്യ നടപടികളുമായി മുന്നോട്ടു പോകാമെന്ന് പ്രോസിക്യൂഷന് നിയമോപദേശം ലഭിച്ചിരുന്നെങ്കിലും എന്തുകൊണ്ടോ അതുണ്ടായില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ബി സന്ധ്യ IPSന്റെ നിലപാടെന്തായിരുന്നുവെന്ന് മുമ്പവർ വ്യക്തമാക്കിയിരുന്നില്ല. കാരണം അവർ അന്ന് സർവീസിലുണ്ടായിരുന്നു. ഇന്നവർ വിരമിച്ചു കഴിഞ്ഞതിനാൽ അഭിപ്രായം പറയുന്നതിന് തടസ്സമില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നു കഴിഞ്ഞയുടനെ മാധ്യമപ്രവർത്തകരോട് ബി സന്ധ്യ പറഞ്ഞതിങ്ങനെ: ആദ്യത്തെ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഏർപ്പെട്ട പ്രതികൾ കുറ്റം ചെയ്തു എന്ന് തെളിവിയിരിക്കുന്നു. ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല എന്നാണിപ്പോൾ വാർത്തയിൽ കണ്ടത്. തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല. മേൽക്കോടതികൾ ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ സിനിമാ മേഖല ഇതിലൊക്കെ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അന്തിമ വിധി വരെ വിക്ടിമിനൊപ്പം ഇൻവെസ്റ്റിഗേഷൻ ടീമും പ്രോസിക്യൂഷനും ഉണ്ടാവും. മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഒരുപാട് വെല്ലുവിളികൾ ഈ ട്രയലിൽ നേരിട്ടിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മേൽക്കോടതികളിൽ നീതിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും പോരാടുമെന്ന് കരുതുന്നു. ഇത്രയും മാത്രമാണ് പറയാനുള്ളത്.